ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി വിളിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയുള്ള ഒരു കുട്ടി ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ? എടാ 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണമെന്നത്. അതുപോലെ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഒരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിയിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ ഈ കുറ്റം പറഞ്ഞ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറഞ്ഞെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീ ഒറ്റ വേണ്ടി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീക്ക് ചുമ്മാ വന്ന് ഇങ്ങനെ കോണടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാൻ പാട്. പിന്നീട് നീക്ക് കുറ്റം പറഞ്ഞ ഗീവയുടെ കാര്യം. എടാ എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഗീവവേ ട്രെൻഡ് ആക്കി എടുത്തത്. എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവവേസ് പലർക്കും വേണ്ടി പല ബ്രാൻഡിന് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടാ ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. എടാ നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയാതെ ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. എടാ ഈ ഗീവവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഗീവവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെ കുടുംബസ്വത്തല്ല, ആർക്കും ആരും കുറ്റം പറയാം, ആർക്കും ആരും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. എടാ ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെ കുരു പൊട്ടം തുടങ്ങിയത്. ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും. ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സിൽ നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല. നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല പലതും ചെയ്യാൻ അറിയാം. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു മടിയില്ല, ഒരു പേടി. പിന്നെ ഞാൻ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ ഈ തെറി വിളിക്കുന്നവരെ ഞാൻ ബ്ലോക്ക് ആക്കാൻ വേറെ ഒന്നുമില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അറ്റത്ത് സംസാരിക്കേണ്ടി വരും. പിന്നെ എന്റെ വില അവിടെ കളയേണ്ടി വരും. അതുകൊണ്ട് ബ്ലോക്ക് ആക്കി വിടും പലരും. എടാ എത്രയൊക്കെ നല്ല ചെയ്താൽ കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറയണമുണ്ടല്ലോ.